ഹലോ, എല്ലാവർക്കും മെക്ടൂർ സോണിലേക്ക് സ്വാഗതം. ഇനി അടുത്ത ടോപ്പിക്കാണ് ഡിറ്റർമിനൻസ്. ഈ ഡിറ്റർമിനൻസ് എന്ന് പറയുമ്പോൾ ഇതിൽ 2/2 3/3 മെട്രിക്സിൻ്റെ രണ്ടിൻ്റെയും ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കാനാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അതായത് 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുക്കണം. അതായത് എപ്പോഴും ടോപ്പിൽ നിന്ന് വേണം എടുത്തു തുടങ്ങാൻ. അതുകൊണ്ടാണ് A×D - B×C. ഇനി ഒരു 3/3 മെട്രിക്സ് എടുക്കുമ്പോൾ നേരത്തെ പോലെ തന്നെ അതിന് 2/2 മെട്രിക്സിൻ്റെ ഫോമിലോട്ട് മാറ്റാൻ പറ്റും. അതായത് ഇനി ഒരു 3/3 മെട്രിക്സ് എടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള പോലെ സൈന് കൊടുക്കാൻ മറക്കല്ല്. എപ്പോഴും ഫസ്റ്റത്തെ ടേമിന് പ്ലസും ബി എന്ന ടേമിൻ്റെ ഫ്രണ്ടിൽ മൈനസും സി എന്ന ടേമിൻ്റെ ഫ്രണ്ടിൽ വീണ്ടും പ്ലസുമാണ് വരുന്നത്. പിന്നെ നേരത്തെ പോലെ തന്നെ നമ്മൾ ഡിറ്റർമിനൻസ് എടുത്താൽ മതി. പിന്നെ എ എന്നൊരു ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുമ്പോൾ ആ റോയിലും ആ കോളത്തിലുമുള്ള എലമെൻറ്റ്സ് ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി എന്താണോ വരുന്നത് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വേണം കണ്ടുപിടിക്കാൻ. അതാണ് എയുടെ കാര്യത്തിൽ വന്നത്. അപ്പോൾ ബിയുടെ എടുക്കുമ്പോൾ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിലെ റോയും കോളവും എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് എടുക്കാൻ, അതായത് DGയും FIയും. അതേപോലെ തന്നെ സി എടുക്കുമ്പോൾ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും കോളവും എടുത്തു കളഞ്ഞാൽ ബാക്കിയുള്ളത് DEGH അതിൻ്റെ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ എപ്പോഴും ഈ സൈൻ കൺവെൻഷൻ മറക്കല്ല്. എക്ക് പ്ലസ്, ബിക്ക് മൈനസ്, സിക്ക് വീണ്ടും പ്ലസ്. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കാം. ഇനി മൈനസും കോഫാക്ടേഴ്സും. ഇനി എന്താണ് മൈനസ്, എന്താണ് കോഫാക്ടേഴ്സ്? ഇനി മൈനസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ MIJ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ കോഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ -1 × MIJ എന്നാണ്. ഇതിൽ ഐയും ജെ എന്ന് പറയുന്നത് ആ കറസ്പോണ്ടിങ് ആയ എലമെൻറ്റിൻ്റെ റോയും കോളവുമാണ്. ഇപ്പോൾ നമ്മൾ മൈനസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മൾ അടുത്ത ഇതിൽ പഠിക്കുന്നതായിരിക്കും. അതിൽ നിന്ന് തന്നെ ആ മൈനസിന് പ്ലസും മൈനസും സൈൻ കൺവെൻഷൻ കൊടുക്കുമ്പോഴാണ് കോഫാക്ടർ മെട്രിക്സ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ ഈ ഫോർമുല കാണാതെ പഠിക്കാം, അല്ലെങ്കിൽ ഈ സൈഡിൽ വരച്ചിട്ടുള്ള ഈ പടം നോക്കിയിട്ട് അതിന് സൈൻ കൺവെൻഷൻസ് പഠിച്ചാലും മതി. അതായത് ഈ മൈനസ് എവിടെ വരും, പ്ലസ് എവിടെ വരും എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന മൈനസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ വാല്യൂസ് മാത്രം കൊടുത്താൽ മതി. അതായത് ഇപ്പോൾ കണ്ടുപിടിക്കുന്ന മൈനസ് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഏത് സൈൻ കൊടുക്കണം? ഫസ്റ്റ് ആണെങ്കിൽ പോസിറ്റീവ്, സെക്കൻഡ് ആകുമ്പോൾ മൈനസ്. അത് മൈനസ് എന്ന് പറയുമ്പോൾ കിടക്കുന്ന സൈനിന് ചേഞ്ച് വരുത്തണം. ഇപ്പോൾ പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും. അപ്പോൾ ആ ഒരു ഇത് മാത്രം ഓർത്ത് ചെയ്താൽ മതിയാവും. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് വെച്ച് സോൾവ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കുന്നത്. ഇനി അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ്. ഇനി ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് എ. അതായത് അഡ്ജോയിൻ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എ ഇൻവേഴ്സ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. അപ്പം എ എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് ഉണ്ട്. അപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈനർ വാല്യൂസ് കണ്ടുപിടിക്കാം. ഇപ്പം M11 എന്ന് പറയുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും കോളവും എലിമിനേറ്റ് ചെയ്തതിന് ശേഷം ബാക്കി എന്താണോ വരുന്നത് അതിൻ്റെയാണ് മൈനസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ബാക്കിയുള്ള ഏതാണ്? 3 -1 -1 1. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 2. അങ്ങനെ കറസ്പോണ്ടിങ് ചെയ്ത് ബാക്കി എല്ലാത്തിൻ്റെയും മൈനർ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പം M12 എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ പൊസിഷൻ. അപ്പം ഇതിൻ്റെ റോയും കോളവും എലിമിനേറ്റ് ചെയ്താൽ ബാക്കി വരുന്നത് 3 -1 -1 1. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ 2. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും ഡിറ്റർമിനൻസ് നമുക്ക് കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്ക് കോഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച മൈനസിൻ്റെ വാല്യൂസിന് സൈൻ കൺവെൻഷൻ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കോഫാക്ടർ മെട്രിക്സ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂസ് ഇവിടെ നേരെ കൊടുത്താൽ മാത്രം മതിയാവും. എന്നിട്ട് സൈൻ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് കൊടുക്കാം. ഉദാഹരണത്തിന് M23 എന്ന് പറഞ്ഞ മൈനർ എന്ന് പറയുന്നത് -3 ആണ്. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു മൈനസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ സൈൻ കൺവെൻഷൻ കൊടുക്കുമ്പോൾ ചേഞ്ച് വരും. അപ്പോൾ ഇതെന്തെന്നാവും? പോസിറ്റീവ് ആവും. അതാണ് നമ്മളിവിടെ 3 എന്ന് എഴുതിയത്. അതായത് മൈനർ നെഗറ്റീവ് ആയിരുന്നു, പക്ഷേ നമ്മൾ കോഫാക്ടർ മെട്രിക്സ് എഴുതിയപ്പോൾ അത് പോസിറ്റീവായി. അപ്പോൾ ആ ഒരു ചേഞ്ച് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ നേരത്തെ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇമേജ് വെച്ച് നോക്കിയാൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഇനി അഡ്ജോയിൻ്റ് മെട്രിക്സ്. അഡ്ജോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കണ്ടുപിടിച്ച കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് മാത്രം എടുത്താൽ മതി. അപ്പം അഡ്ജോയിൻ്റ് കിട്ടും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ റോ കോളമായിട്ട് എഴുതുന്ന ആ മെത്തേഡിനെയാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ മാത്രം മതി.
അപ്പം ഈ ഒരു എക്സാമ്പിൾ സ്വന്തമായിട്ടൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. ഇനി എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ച അഡ്ജോയിനെ അതിൻ്റെ ഡിറ്റർമിനൻ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ എയുടെ ഡിറ്റർമിനൻ്റ് നേരത്തെ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് 6 എന്നാണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അഡ്ജോയിൻറ്റ് ഡിവൈഡ് ബൈ 6. ഇത് നോർമൽ ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ് ക്രമേഴ്സ് റൂൾ. ക്രമേഴ്സ് റൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് 3 അൺനോൺസോ അഥവാ 2 അൺനോൺസിനും ചെയ്യാം. ഞാനിപ്പോൾ 3 അൺനോൺസിനാണ് എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ അൺനോൺസ് എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന അൺനോൺസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻസ് ആണ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ. അപ്പോൾ നമുക്ക് അതിനെ എ എക്സ് ഈസിക്വൽ ടു ബി എന്ന മെട്രിക്സിന്റെ ഫോമിൽ കാണിക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ എന്നും എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എക്സ് വൈ ഇസഡ് എന്നും ബി എന്ന് പറയുന്നത് എം എൻ ഒ എന്ന മെട്രിക്സും ആവും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും എ എന്ന കാര്യം കൺസിഡർ ചെയ്താണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ റെഡിലാണ് കാണിച്ചിട്ടുള്ളത്. അതിന് കാരണം നമ്മൾ അടുത്ത ഒരു ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളത്തിനെ നമ്മൾ ബി എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ അതിനെ പറയുന്ന പേരാണ് എ എക്സ്. അതുപോലെ തന്നെ സെക്കൻഡ് കോളത്തിനെയാണ് ബി മെട്രിക്സ് റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ അത് എ വൈ എന്നും, തേർഡ് കോളത്തിനെയാണ് റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതിനെ എ ഇസഡ് എന്നും പറയും. ഇപ്പോൾ അൺനോണായ എക്സ് കണ്ടുപിടിക്കാൻ ഡിറ്റർമിനൻ്റ് എ എക്സ് ഡിവൈഡ് ബൈ ഡിറ്റർമിനൻ്റ് എ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ അൺനോൺ കണ്ടുപിടിക്കാൻ ഡിറ്റർമിനൻ്റ് എ വൈ ഡിവൈഡഡ് ബൈ എ. അപ്പോൾ ഇസഡ് കണ്ടുപിടിക്കാൻ ഡിറ്റർമിനൻ്റ് എ ഇസഡ് ഡിവൈഡഡ് ബൈ എ. അപ്പം നിങ്ങൾ ഡിറ്റർമിനൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ അൺനോൺസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന എക്സ് മെട്രിക്സും ബി മെട്രിക്സ് എന്ന് പറയുന്നത് -3, 10, -4. ഇനി എ എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് കോഎഫിഷ്യൻസ് ഓഫ് എക്സ് വൈ ഇസഡ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് എ ആയിട്ട്. ഇനി അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 6 എന്നാണ്. അതിനുശേഷം നമുക്ക് എ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബി എന്ന് പറയുന്ന മെട്രിക്സിനെ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് എ എക്സ്, സെക്കൻഡിനെയാണ് റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ എ വൈ, തേർഡിനെയാണ് റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ എ ഇസഡ്. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ എക്സിന്റെ ഡിറ്റർമിനന്റ്, എ വൈയുടെ ഡിറ്റർമിനന്റ്, എ ഇസഡിന്റെ ഡിറ്റർമിനന്റ് ഇത്രയും കണ്ടുപിടിച്ച് വയ്ക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് 6, 12, -6. ഇനി എക്സും വൈ ഇസഡും കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെയാണ് ഡിറ്റർമിനൻസിനെ വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1, 2, -1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതും നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കാം. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദി വാല്യൂ ഓഫ് എക്സ് ഇഫ് ഡിറ്റർമിനന്റ് 3x - 4 - 2 2 ഈസ് ഈക്വൽ ടു 0 ഈസ്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. അതിനുശേഷം അത് ഈസ് ഈക്വൽ ടു 0ക്ക് കൊടുത്ത് നമുക്ക് സോൾവ് ചെയ്യാം. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് എക്സ് ഈസ് ഈക്വൽ ടു 4/3. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഡിറ്റർമിനന്റ് 2 3 1 x 4 7 0 1 2 ഈസ് ഈക്വൽ ടു 0, then the value of x is. ഇതിൽ ഡിറ്റർമിനന്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ആദ്യം ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു 0 കൊടുത്ത് സോൾവ് ചെയ്യുമ്പോൾ എക്സിന് 2/5 എന്ന വാല്യൂ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻവെർട്ടിബിൾ. ഇനി എന്താണ് ഇൻവെർട്ടിബിൾ മെട്രിക്സ് എന്ന് നോക്കാം. എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ഐ. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സിനെയാണ് ഇൻവെർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി സ്ക്വയർ മെട്രിക്സ് ഈസ് ഇൻവെർട്ടിബിൾ ഓൺലി ഇഫ് ഡിറ്റർമിനന്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അതായത് ഒരു ഇൻവെർട്ടിബിൾ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഒരിക്കലും 0 ആകാൻ പാടില്ല. അപ്പം ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതിന്റെ ആണോ ഡിറ്റർമിനന്റ് 0 ആണെന്ന് നോക്കിയാൽ മാത്രം മതി. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് സി. ഇതാ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് മെട്രിക്സ് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിറ്റർമിനന്റ് ആണ് 1, രണ്ടാമത്തേൻ്റെത് -3, മൂന്നാമത്തേൻ്റെത് 0, നാലാമത്തേൻ്റെത് -8. അപ്പോൾ 0 ഡിറ്റർമിനന്റ് കിട്ടിയ മെട്രിക്സ് ആണ് നോട്ട് ഇൻവെർട്ടിബിൾ. അടുത്ത ക്വസ്റ്റ്യൻ,
ഇൻവേഴ്സ് ഓഫ് ദി മെട്രിക്സ് 1 -1 1 1 ഈസ്. ഈ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു അഡ്ജോയിന്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. ഇനി ഡിറ്റർമിനന്റ് എ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്നാണ് കിട്ടുന്നത്. ഇനി അടുത്ത് അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം മൈനസ് കണ്ടുപിടിക്കണം. അതിനുശേഷം അത് കോഫാക്ടർ മെട്രിക്സിൽ കൊടുത്തിട്ട് കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കണം. അങ്ങനെ കിട്ടിയ അഡ്ജോയിന്റ് എയുടെ വാല്യൂ ആണ് 1 1 -1 1. ഇനി നമുക്കറിയാം എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു അഡ്ജോയിന്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. അതായത് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് മെട്രിക്സ് 1/2 1/2 -1/2 1/2. അടുത്ത ക്വസ്റ്റ്യൻ, ദി എലമെന്റ് ഇൻ ദി സെക്കൻഡ് റോ ആൻഡ് തേർഡ് കോളം ഓഫ് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് എ. ഈ ക്വസ്റ്റ്യനിൽ എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിൽ സെക്കൻഡ് റോയിലും തേർഡ് കോളത്തിലും വരുന്ന എലമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് ആദ്യം കണ്ടുപിടിക്കാം. പക്ഷേ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മൊത്തത്തിൽ സോൾവ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ തന്നിട്ടുണ്ട് സെക്കൻഡ് റോയും തേർഡ് കോളത്തിലെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. നമ്മൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ കോഫാക്ടറിന്റെ ട്രാൻസ്പോസ് എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കേണ്ടത് മെട്രിക്സ് എയിലെ തേർഡ് റോയും സെക്കൻഡ് കോളവും ആയിട്ടുള്ള എലമെന്റ് ആണ്. ഇനി ഡൗട്ട് വരുന്നവർക്ക് വേണ്ടി ഞാൻ ഇത് രണ്ടും എടുത്ത് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിറ്റർമിനന്റ് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് -20 എന്ന് കിട്ടും. ഇനി നമുക്ക് ശരിക്കും സോൾവ് ചെയ്യുകയാണെങ്കിൽ M32 മാത്രം കണ്ടുപിടിച്ചാൽ മതി. പിന്നെ ഡൗട്ട് വരുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ രണ്ടും എടുത്തിട്ടുള്ളത്. അപ്പോൾ M23 ഈസ് ഈക്വൽ ടു -7 എന്ന് കിട്ടും. അതുപോലെ തന്നെ M32 ഈസ് ഈക്വൽ ടു -6 എന്നും കിട്ടും. ഇനി നമുക്കിത് കോഫാക്ടർ മെട്രിക്സിൽ കൊടുക്കാം. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച മൈനസിനെ സൈൻസ് കൊടുത്ത് കറസ്പോണ്ടിങ് കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കാം. ഇനി അഡ്ജോയിന്റ് എന്ന് പറയുന്നത് കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും പൊസിഷൻസ് ചേഞ്ച് ചെയ്യും. അങ്ങനെ കോഫാക്ടർ മെട്രിക്സിന്റെ പൊസിഷൻസ് ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ ഒരു മെട്രിക്സിൽ സെക്കൻഡ് റോയിലും തേർഡ് കോളത്തിലുള്ള എലമെന്റ് എന്ന് പറയുന്നത് 6 ആണ്. ഇനി എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി അഡ്ജോയിന്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ഇൻവേഴ്സിലെ സെക്കൻഡ് റോയും തേർഡ് കോളവും ആയിട്ടുള്ള എലമെന്റ് ആണ്. അതായത് -6 ഡിവൈഡ് ബൈ 20. അതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരവാണ് -3/10. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ഹാവ് എ മൾട്ടിപ്ലിക്കേഷൻ ഇൻവേഴ്സ്. അതായത് ഇതിലേതിനാണ് മൾട്ടിപ്ലിക്കേഷൻ ഇൻവേഴ്സ് ഇല്ലാത്തത്. അതായത് എ ഇൻവേഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അഡ്ജോയിന്റ് എ ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് എ ആണ്. അതായത് ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പാടില്ല. സോ ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഡസ് നോട്ട് ഹാവ് എ മൾട്ടിപ്ലിക്കേഷൻ ഇൻവേഴ്സ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് വേണ്ടത്. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഇൻവേഴ്സ് വരാത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു 0 എന്ന കണ്ടീഷനാണ്. സോ നമുക്ക് സി എന്ന മെട്രിക്സ് സോൾവ് ചെയ്യുമ്പോഴാണ് ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നത്. അതുകൊണ്ട് അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദി കോഫാക്ടർ ഓഫ് ദി എലമെന്റ് 8 ഇൻ ദി മെട്രിക്സ് ഈസ്. തന്നിട്ടുള്ള മെട്രിക്സിൽ 8 എന്ന് പറയുന്ന എലമെന്റിന്റെ കോഫാക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ആദ്യം മൈനർ കണ്ടുപിടിക്കാം. 8ന്റെ മൈനർ എന്ന് പറയുന്നത് -6 ആണ്. ഇനി കോഫാക്ടറിൽ എഴുതുമ്പോൾ നമ്മൾ സൈൻ കൺവെൻഷൻസ് കൊടുക്കും. പക്ഷെ നടുക്കത്തെ എലമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതായത് സൈൻ ചേഞ്ച് ഇല്ല. സോ -6 തന്നെയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ,
the square matrix A has an inverse if and only if determinant A not equal to 0. അതായത് നമുക്കറിയാം എ ഇൻവേഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അഡ്ജോയിന്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ ആണ്. മാത്രമല്ല ഡിറ്റർമിനന്റ് എ അഥവാ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പാടില്ല. അതുകൊണ്ട് എ ഇൻവേഴ്സ് കിട്ടാൻ വേണ്ടി ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് ഒരിക്കലും 0 ആകാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, if two rows of a matrix A are identical, then determinant A is equal to 0. ഇത് ഡിറ്റർമിനന്റ് ഒരു പ്രോപ്പർട്ടി ആണ്. അതായത് ഒരു മെട്രിക്സിന്റെ 2 കോളമോ അല്ലെങ്കിൽ 2 റോയോ, ഓർത്തു വെച്ചിരിക്കാം, 2 റോയോ അല്ലെങ്കിൽ 2 കോളമോ ഈക്വൽ ആയാൽ ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇതൊരു പ്രോപ്പർട്ടിയാണ്. അതായത് ഒരു മെട്രിക്സിന്റെ 2 റോയോ 2 കോളമോ, ഓർത്തു വെച്ചിരിക്കുക, 2 റോയോ 2 കോളമോ ഈക്വലോ അല്ലെങ്കിൽ പ്രപ്പോർഷണലോ ആയാൽ, ഈക്വലോ അല്ലെങ്കിൽ പ്രപ്പോർഷണലോ ആയാൽ അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 0 ആണ്. If A and B are any two non-singular matrices of the same order, then AB inverse is B inverse into A inverse. ഈ ചോദിച്ചിട്ടുള്ളത് മെട്രിക്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ മെട്രിക്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. എ ബി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. എ ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു B transpose into A transpose. A transpose of transpose is equal to A. A plus B transpose is equal to A transpose plus B transpose. KA transpose is equal to K into A transpose. ഇതിൽ K എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. Adjoint of A transpose is equal to adjoint A the whole transpose. Determinant of adjoint A is equal to determinant A raised to n minus 1. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസും കൂടെ നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സൊല്യൂഷൻസ് ഓഫ് ദി സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് x plus y plus z is equal to 9, 2x plus 5y plus 7z is equal to 52, 2x plus y minus z is equal to 0 is. അതായത് ഇതിലെ എക്സ് വൈ ഇസഡിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രമസ് മെത്തേഡാണ്. പക്ഷെ പരീക്ഷയ്ക്ക് അത് യൂസ് ചെയ്യുമ്പോൾ ടൈം കൂടുതലെടുക്കും. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള ഓപ്ഷൻസിലെ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന വാല്യൂസ് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ആയിരിക്കും ആൻസർ. അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 9 എന്ന ഇക്വേഷൻ എടുക്കാം. ഇനി ഡി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഈസ് ഈക്വൽ ടു 1, വൈ ഈസ് ഈക്വൽ ടു 3, ഇസഡ് ഈസ് ഈക്വൽ ടു 5. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 9 ആണ്. അത് തന്നെയാണ് ഇക്വേഷനിലും ഉള്ളത്. അതായത് ഇക്വേഷൻ ഈസ് ട്രൂ, സോ ദി വാല്യൂസ് ആർ എക്സ് ഈക്വൽ ടു 1, വൈ ഈസ് ഈക്വൽ ടു 3 ആൻഡ് ഇസഡ് ഈസ് ഈക്വൽ ടു 5. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇന്ന് പഠിപ്പിച്ച ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളെ ഡൗട്ട്സും കാര്യങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്തായാലും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.